പ്രിയമുള്ളവരെ, സ്നേഹവന്ദനം. പാല കുറുവിലങ്ങാട് തോട്ടുവ ജയഗിരി ഇടവാംഗമായിരിക്കുന്ന ഫാദർ ബിജു നിരപ്പേലച്ചനും അദ്ദേഹത്തോട് ചേർന്ന് സീനിയർ വൈദികനും 2 സന്യസ്തരും കാറ്റഗിസ്റ്റ് അധ്യാപകനും ചേർന്ന് ഒഡീസയിലെ ജലേശ്വർ ഡയസിസിൽപ്പെട്ടതായിട്ടുള്ള ഗംഗാധർപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ മിനിഞ്ഞാന്ന് രാത്രിയിൽ ഒരു മീറ്റിംഗ് നടത്താനായിട്ട് പോയി. അവിടെയുള്ള 9 വീട്ടുകാര് ആ ഇടഭാഗങ്ങളാണ്. അവിടെ പള്ളിയില്ല, പക്ഷേ അവിടുത്തെ ആളുകൾ വിശ്വാസികളായിട്ടുള്ളവര് വളരെ ദൂരം നടന്നാണ് പള്ളിയിലൊക്കെ വരാറുള്ളത്. അപ്പൊ അവരിലെ 2 പേരുടെ ഓർമ്മദിനമായതുകൊണ്ട് അവിടെ കുർബാന അർപ്പിക്കാൻ വേണ്ടി അച്ഛനെയും അച്ഛൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സിനെയും മറ്റ് സീനിയറായിട്ടുള്ള അച്ഛനെയും അവർ ക്ഷണിക്കും. അവിടെ ചെന്ന് അവിടെ ഞാറുനടിയിലിന്റെ കാലഘട്ടമായതുകൊണ്ട് എല്ലാവരും പണി തീർന്നു വരുമ്പോൾ 7 മണിയൊക്കെ ആവും. അപ്പൊ അച്ഛനും കൂട്ടരും കൂടെ അവിടെ 6 മണിയായപ്പോൾ എത്തി. അവർ 7 മണിയായിട്ട് വന്ന് ഒരു ഭവനാന്തരീക്ഷത്തിലാണ് കുർബാന അർപ്പിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു. അവിടുത്തെ കുർബാനയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവര് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് രാത്രി 9 മണിയോടുകൂടെ അച്ഛനും ടീമും കൂടെ അവിടെ നിന്ന് മടങ്ങി പോരുമ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ വേണം അവർക്ക് പോരുവാനായിട്ട്. ഏകദേശം 1 കിലോമീറ്ററോളം ഫോറസ്റ്റ് ഏരിയ ആണ്. അവര് മുന്നോട്ട് പോരുമ്പോൾ വണ്ടിയുടെ അടുക്കലേക്ക് കുറച്ച് ദൂരം നടന്നു വരണം, ഇടവഴിയാണ്. അപ്പൊ നടന്ന് വരുന്ന സമയത്ത് ഒരു പറ്റം ആളുകള് അവിടേക്ക് വരികയും 2-3 ബൈക്കുമായിട്ടൊക്കെ വരികയൊക്കെ ചെയ്തപ്പോൾ ഒരു പന്തികേട് തോന്നിയതിനാൽ ഗ്രാമവാസികളെ അറിയിക്കുകയും ഗ്രാമവാസികൾ വരികയും ചെയ്തു. സിസ്റ്റേഴ്സിനെ അവരോടൊപ്പം അവർ കൊണ്ടുപോയി, ഗ്രാമവാസികൾ കൊണ്ടുപോയി. ബാക്കിയുള്ള അച്ഛനും സീനിയർ അച്ഛനും ഡ്രൈവറും കാറ്റഗിസ്റ്റ് ബൈക്കിലായിരുന്നു ഇവരുടെ മുമ്പിലായിട്ട്. അദ്ദേഹത്തിന്റെ വണ്ടി അവര് വളരെ മോശമായിട്ട് അതിന് കേടുപാടുകൾ വരുത്തുകയും കൂടാതെ അച്ഛൻ്റെ നിന്നും ഡ്രൈവറുടെ നിന്നൊക്കെ മൊബൈല് പിടിച്ചു പറിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവരെയൊക്കെ അമേരിക്കക്കാരാക്കാനായിട്ട് വരുന്നതാണോ? ഇത് BJDയുടെ ഭരണമല്ല, BJPയുടെ ഭരണമാണ്. അതുകൊണ്ട് ഇവിടെ ഇനിയും തൊട്ട് മതപരിവർത്തനം നടക്കുകയില്ല എന്ന് പറഞ്ഞ് ബജരംഗദള ഭീഷണി മുഴക്കുകയും വളരെ ഉപദ്രവിക്കുകയും ചെയ്തു. ശാരീരികമായിട്ട് കൈകൊണ്ടാണ് അടിക്കുകയൊക്കെ ചെയ്തു. അച്ഛന്മാരെയും കൂടെ ഉണ്ടായിരുന്ന കാറ്റഗിസ്റ്റിനെ ധാരാളമായിട്ട് അടിച്ചു. അയാളുടെ ഷർട്ടൊക്കെ വലിച്ചു കീറിക്കളഞ്ഞു. അതുപോലെ തന്നെ ഡ്രൈവറെയും ഒക്കെ മർദ്ദിക്കുകയുണ്ടായി. ആ സമയത്ത് ഗ്രാമവാസികൾ പോലീസിനെ വിളിച്ചു വരുത്തുകയും പോലീസുകാർ വരികയും പോലീസ് വന്ന ഉടനെ തന്നെ 80-ഓളം ആളുകൾ, ഈ ബജരംഗദൾ ആളുകൾ 80-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അതിലെ കള്ളുകൂടിയന്മാരായിട്ടുള്ള കുറെ പേരൊക്കെ അങ്ങ് പിരിഞ്ഞുപോയി. ബാക്കി 10-20 പേര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവര് വളരെ സ്ട്രോങ് ആയിട്ട് അച്ഛനെയൊക്കെ കൈയേറ്റം ചെയ്യണം, അവരുടെ പേരിൽ കേസെടുക്കണം എന്നുള്ള നിലപാടിൽ നിന്നു. എന്നാൽ പോലീസ് അച്ഛനെയും കൂടെ ഉണ്ടായിരുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീപ്പിൽ കയറ്റിക്കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു FIR ഇടാനോ അല്ലെങ്കിൽ ഉപദ്രവിച്ച ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കാനോ പോലീസ് തയ്യാറായില്ല. അതിനെക്കുറിച്ച് FIR ഇടണമോ ഇല്ലയോ എന്നുള്ളത് ഡയസിസുമായിട്ട് ആലോചിച്ചിട്ട് അവർ ചെയ്യുന്നതായിരിക്കും. അവിടെ ഇത് ആദ്യമായിട്ടുള്ള സംഭവമല്ല. അച്ഛനും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ വൈദികനും സിസ്റ്റേഴ്സിനും ഒക്കെ ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ്. എന്നാൽ അവിടെ പൊതുവിൽ ഇതേപോലെയുള്ള അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. ഒഡീസയിൽ BJP ഭരണം വന്നതിന് ശേഷം വളരെ ശക്തമായിട്ട് എതിർപ്പുകളുണ്ട്. നമുക്കറിയാവുന്ന പോലെ കാണ്ടമാൾ നേരത്തെ അവിടെ ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് പല സ്ഥലങ്ങളിൽ ഇപ്പോഴും ഭീകര പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവരെ ഹിന്ദുത്വ അജണ്ട നടപ്പിൽ വരുത്തുവാൻ വേണ്ടിയിട്ട് മുന്നമേ തന്നെ ഇപ്പൊ ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് 2010 ഓർഡിനേഷനോട് ബന്ധപ്പെട്ട് അവിടെ പോവുകയും അതിനുശേഷം അച്ഛന് സോഷ്യൽ വർക്ക് പഠിക്കുകയും കഴിഞ്ഞ 15 വർഷമായിട്ട് അച്ഛൻ അവിടെ പ്രവർത്തിക്കുകയാണ്. അവിടുത്തെ ഡയസിസ് വളരെ പഴക്കമുള്ളതാണ്. ധാരാളം വിശ്വാസികൾ, ധാരാളം ഇടവുകൾ ആ പ്രദേശങ്ങളുണ്ട്. അച്ഛൻ്റെയൊക്കെ നേതൃത്വത്തിൽ തന്നെ ഏകദേശം 5-6 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. കൂടാതെ ഒരു ഹോസ്റ്റലുകള്, ഡിസ്പെൻസറികള്, ഹോസ്പിറ്റലുകള് ഒക്കെ അവിടെ നടത്തുന്നുണ്ട്. അപ്പൊ ധാരാളം ആളുകൾക്ക് ഗുണകരമായ അനുഭവങ്ങളൊക്കെ ആ ദേശത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. എങ്കിലും മതപരിവർത്തനം എന്നുള്ള ഒരു പേര്, ഒരു ലേബല് എല്ലാ ക്രൈസ്തവരുടെ മേലും ചാർത്തിക്കൊണ്ട് അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും മിഷണറിമാരെയും ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ മതപരിവർത്താക്കളാകുന്നു എന്ന് പറഞ്ഞ് അവരെ ഉപദ്രവിക്കാൻ തക്കവണ്ണമുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഈ സർക്കാരുകൾ കുത്തിച്ചെലുത്തിയിരിക്കുന്നത്. ബജരംഗദള, VHP, അതേപോലെ RSSകാരൊക്കെ കുത്തിച്ചെലുത്തിയിരിക്കുന്ന ക്രൈസ്തവരെല്ലാവരും മതപരിവർത്താക്കളാണ് എന്നുള്ളത്. എന്നാൽ വാസ്തവത്തിൽ മതപരിവർത്തനമല്ല, മനപരിവർത്തനമാണ്, സാമൂഹ്യ പരിവർത്തനമാണ്, ജീവിത നിലവാരങ്ങളെ ഉയർത്തുന്ന ഒരു ശുശ്രൂഷയാണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാൻ തക്കവണ്ണം ഈ പ്രിയപ്പെട്ടവരുടെ കണ്ണുകൾ തുറക്കപ്പെടേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഈ പറയുന്ന ആളുകളിൽ പല ആളുകളും നമ്മുടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിച്ചവരാണ്, നമ്മുടെയൊക്കെ സഹകരണം കൊണ്ട് ജീവിതത്തിൽ മടങ്ങി വന്നവരാണ്. ആശുപത്രികളിലായിരുന്നാലും മറ്റ് സഹായങ്ങളൊക്കെ ലഭിച്ച്
പഠനങ്ങളും അതേപോലെ ജീവിതത്തിലെ തൊഴിലുകളും ഒക്കെ നേടിയെടുത്തവരാണ്. അപ്പൊ അവരുടെയൊക്കെ പിൻഗാമികളോ അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളൊക്കെ ക്രൈസ്തവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വളരെ കൃത്യമാണ്, യേശു ക്രിസ്തുവിന്റെ മനോഭാവത്തോടുകൂടി മാത്രമേ ഇത്തരത്തിലും നമ്മളെ പ്രവർത്തിക്കാനും ജീവിക്കാനും പാടുള്ളൂ. അല്ലാതെ അതിക്രമങ്ങളൊന്നും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അവർക്ക് എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാം, പക്ഷേ നമുക്ക് ക്രിസ്തീയതയിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. കാരണം ക്രിസ്തുവിന്റെ മനോഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദർ ബിജു നിരപ്പേലച്ചൻ ഇന്നലെ നമ്മുടെ ഗുഡ്നസ് ടിവിയുടെ ഡിജോവുമായിട്ട് സംസാരിക്കാനിടയായി. ഡിജോ ആ കാര്യം എന്നോട് പറയുകയുണ്ടായി. അപ്പൊ അച്ഛൻ ഡിജോയോട് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ ഒരു ഫാമിലിയിൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾ നമ്മുടെ വിശ്വാസത്തിലേക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കാനോ അവരെ ഇതിനു വേണ്ടി പ്രേരിപ്പിക്കുകയോ നമ്മൾ കത്തോലിക്ക സഭ ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ വിദ്യാലയങ്ങളുണ്ട്, ഹോസ്റ്റൽസ് ഉണ്ട്, ഇതുണ്ട്, പാരിഷ് ക്രിസ്ത്യൻ ഫാമിലി നമ്മൾ പോലും പ്രാർത്ഥിക്കും. മറ്റുള്ളവർ വരുമ്പം നമ്മുടെ ചർച്ചിന്റെ വാതിൽ അവർക്ക് വേണ്ടി തുറന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക, ആ ഒരു മെന്റാലിറ്റിയാണ് നമ്മളിവിടെ. പക്ഷെ ഇവിടെ നമ്മൾ എവിടെ പോയാലും ഇവർക്ക് ഒരേ ഒരു കാര്യമുള്ളൂ പറയാനുള്ളത്, അത് മതപരിവർത്തനം. ഏത് വില്ലേജിൽ പോയി ഒരു സിസ്റ്ററിനെ കണ്ട അവിടെ എല്ലാം ക്രിസ്ത്യൻസ് ആയിരിക്കും, വർഷമായിട്ടുള്ള ക്രിസ്ത്യൻസ് ഫാമിലി ആയിരിക്കും, എന്നാലും അവർക്ക് പറയാനുള്ള ഒരെണ്ണം മതപരിവർത്തനം. അത് ഇവിടെ ആൾക്കാരുടെ ഒരു മനസ്സിലേക്ക് അതിങ്ങനെ പറഞ്ഞു പതിപ്പിച്ചിരിക്കുകയാണ്. നമ്മളെ ക്രിസ്ത്യൻസ് അച്ഛന്മാരും സിസ്റ്റേഴ്സ് എവിടെ കണ്ടാലും ഈ മതപരിവർത്തനം എന്നുള്ള ഒരു ആശയമാണ് അവർ. കർത്താവ് പൂർണ്ണ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി കാൽവരി കുരിശിൽ ബലിയായി തീർന്നിട്ട് ഉയർത്തെഴുന്നേറ്റവനായ ആ യേശു കർത്താവ് നമ്മളോട് പറയുകയാണ്, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന മഹാനിയോഗം, ദ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് സകല ജാതികളോടും ഈ രക്ഷണ്യ പ്രവർത്തനം, ഈ സുവിശേഷം അറിയിക്കണമെന്നുള്ളതാണ്. എന്താണ് ആ സുവിശേഷം? സകല മനുഷ്യർക്കും പാപമോചനമുണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും മരണത്തിൽ നിന്നുള്ള വിടുതലും നിത്യജീവനും ഉണ്ട് എന്നുള്ള ആ സദ്വർത്തമാനം. അത് നമ്മുടെ വാക്കുകളിൽ കൂടെ മാത്രമല്ല, ചെയ്തികളിലൂടെ നമ്മളെ കാണിക്കുന്നുണ്ട്. കാരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ഈശോ തമ്പുരാൻ ന്യായം വിസ്താരം നടത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നു, ഈ എളിയവരിൽ നിങ്ങൾ ചെയ്തൊക്കെയും എനിക്കാകുന്നു ചെയ്തത്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കുവാൻ തന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിക്കുവാനായിട്ട് വന്നു, ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാനായിട്ട് വന്നു, ഞാൻ വിവസ്ത്രനായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. നോക്കിക്കേ, ഇതാണ് ക്രിസ്തീയമായിട്ടുള്ള ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത്. അനാഥരുടെയും അതേപോലെ അശരണരുടെയും സഹായമായിട്ട് എപ്പോഴും നാം കൂടെ നിൽക്കുക. അതിന് എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും നമ്മൾ ആരും പതറിപ്പോകുകയില്ല. കാരണം നമുക്കറിയാം, ഇങ്ങനെ കഷ്ടങ്ങളിലൂടെ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമുള്ളൂ എന്ന് മാത്രവുമല്ല, ഇങ്ങനെ കഷ്ടം സഹിച്ചവനായ കർത്താവിനെ നമുക്ക് ഉള്ളത്തിൽ ധ്യാനിക്കാനുള്ള സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് ബജ്രംഗ് ദൾ, VHP, RSS നേതാക്കന്മാര്, നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുമായിട്ട് പ്രയാസങ്ങളുണ്ടെങ്കിൽ ചർച്ചകളാകുന്നതല്ലേ നല്ലത്? ഉപദ്രവിക്കുന്നതാണോ? നിങ്ങളുടെ അണികളെ വിട്ട് ഉപദ്രവിക്കുന്നതുകൊണ്ട് നാളുകളിൽ അവരും ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുമെന്നതിന് യാതൊരു സംശയമില്ല. എവിടെല്ലാം ക്രിസ്തീയ പ്രവർത്തകരെ ഉപദ്രവിച്ചിട്ടുണ്ടോ, പീഡനങ്ങൾ നൽകിയിട്ടുണ്ടോ, അവരൊക്കെയും പിൽക്കാലത്ത് സുവിശേഷത്തിന് വേണ്ടി നിന്ന ധാരാളം ചരിത്രങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെയുള്ള നമ്മുടെ VHPയുടെ നേതാക്കന്മാരും അതുപോലെ ബജ്രംഗ് ദളിന്റെയും ഹിന്ദു ഐക്യവേദിയുടെ ആളുകളൊക്കെ അറിയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ചർച്ചയാകാം, നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? ഞങ്ങൾ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണോ? ഞങ്ങൾക്ക് മതപരിവർത്തനം നടത്താൻ കഴിയുകയില്ല പ്രിയമുള്ളവരെ. ആർക്കെങ്കിലും വിശ്വാസ പരിവർത്തനത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിച്ഛേദിക്കാനും കഴിയുകയില്ല, നിങ്ങൾക്ക് അവരെ തടസ്സപ്പെടുത്തുവാനും കഴിയുകയില്ല. കാരണം അതിനുള്ള ഭരണഘടന നമുക്ക് തരുന്ന സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ ഭരണഘടനയെ തന്നെ ശിഥിലമാക്കുവാൻ നിങ്ങൾ ഒരുപാട് ഉദ്യമങ്ങൾ നടത്തുന്നുണ്ട്. അത് ഭരണകൂടത്തിന്റെ പുതിയ ഒത്താശയോടുകൂടെ ആ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരുപാട് തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഈ രാജ്യം നമ്മളുടേതാണ്. ഈ രാജ്യത്തിലെ അന്ധചിദ്രത വരുത്തുക എന്നുള്ളത് നിങ്ങളുടെ ഉദ്ദേശമാണെങ്കിൽ അതിൽ തന്നെ നമുക്ക് നിലനിൽപ്പുണ്ടാകാതെ പോകും. അതുകൊണ്ട് ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പന്താവിലൂടെ സ്നേഹത്തിന്റെ വാക്കുകൾ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുക, ഞങ്ങൾ ഉത്തരം തരാം. നന്ദി, നമസ്കാരം.